ജെൻഡർ പ്രഡിക്ഷൻ പല രീതികളിലുണ്ട്, എന്നാൽ പലതും സാങ്കല്പികവും പാരമ്പര്യവും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, രാവിലെ തന്നെയുള്ള അസുഖം. രാവിലെ എണീറ്റാൽ പിന്നെ വല്ലാത്ത ക്ഷീണവും ഛർദിയുമൊക്കെ തോന്നുക. ഇത് ജനിക്കാൻ പോകുന്ന കുട്ടി പെൺകുട്ടിയായിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. അതേസമയം ക്ഷീണവും ഛർദിയുമൊക്കെ കുറവായിട്ട് മാത്രമേ ഉള്ളുവെങ്കിൽ അത് ആൺകുട്ടിയായിരിക്കാനാണ് സാധ്യത എന്നും പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഭക്ഷണത്തോട് ആർത്തി. കൂടുതലായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള വല്ലാത്ത ആഗ്രഹമുണ്ടെങ്കിൽ അത് പെൺകുട്ടിയുടെ ലക്ഷണമാണെന്നും, ഭയങ്കരമായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പിന്നെ നല്ല എരിവൊക്കെയുള്ള ഭക്ഷണങ്ങളും കഴിക്കാനാണ് ആഗ്രഹം തോന്നുന്നതെങ്കിൽ അത് ആൺകുട്ടിയുടെ ലക്ഷണവുമാവാം. മൂന്നാമത്തെ പോയിന്റ്, വയറിൻ്റെ ആകൃതി. വയറിങ്ങനെ മുകളിലേക്കാണ് വീർത്ത് നിൽക്കുന്നതെങ്കിൽ അത് പെൺകുട്ടിയാവാമെന്നും, പിന്നെ വയറ് താഴോട്ടായിട്ടാണ് അതിൻ്റെ ഒരു ആകൃതി വരുന്നതെങ്കിൽ അത് ആൺകുട്ടിയുമായിരിക്കാം. നാലാമത്തെ പോയിന്റ്, ഉറങ്ങുന്ന സ്ഥാനം. ഉറങ്ങുന്ന സമയം നിങ്ങൾക്കധികവും വലതുവശം ചേർന്ന് കിടന്നുറങ്ങാനാണ് തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉറങ്ങുന്നതെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കാം. പിന്നെ ഇടതുവശം ചേർന്നാണ് ഉറങ്ങുന്നതെങ്കിൽ അത് ആൺകുട്ടിയുമായിരിക്കാം. അഞ്ചാമത്തെ പോയിന്റ്, ഹൃദയമിടിപ്പ്. ഹൃദയമിടിപ്പ് മിനിറ്റിൽ 150-ൽ കൂടുതലാണെങ്കിൽ അത് പെൺകുട്ടിയുടെ ലക്ഷണമാണെന്നും, ഹൃദയമിടിപ്പ് മിനിറ്റിൽ 150-ൽ താഴെയാണെങ്കിൽ അത് ആൺകുട്ടിയുടെ ലക്ഷണമാണെന്നും പറയുന്നു. ആറാമത്തെ പോയിന്റ്, ചൈനീസ് കലണ്ടറിൽ നോക്കിയുള്ള പ്രവചനം. ഇത് പുരാതന കാലത്തെ ചൈനീസ് ലൂണാർ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, അമ്മയുടെ പ്രായവും ഗർഭം ധരിച്ച മാസവും നോക്കിയിട്ടാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കുന്നത്.